ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള, കേൾക്കാൻ ഒട്ടും വയ്യാത്ത ഒരു മനുഷ്യനിലേക്ക് ക്രിസ്തുനാഥൻ കേൾവിയായി, സംസാരശക്തിയായി കടന്നു വരികയാണ്. അതിന് അവൻ ഉപയോഗിച്ചത് അസാധാരണമായ ഒരു മാർഗമായിരുന്നു. അവൻ്റെ വിരലുകൾ കൊണ്ട് അവൻ ചെവികളിൽ സ്പർശിക്കുന്നു, തുപ്പലുകൊണ്ട് അവൻ്റെ നാവിനെ സ്പർശിക്കുന്നു. പ്രിയമുള്ളവരെ, അസുഖം അശുദ്ധിയായി കണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ അസുഖമുള്ളവരെ സ്പർശിക്കുമ്പോൾ സ്പർശിക്കുന്നവനും അശുദ്ധമായിട്ട് മാറുന്നു എന്ന് പ്രഖ്യാപിച്ചിരുന്ന യഹൂദ നിയമങ്ങൾക്ക് ഇതാ വലിയൊരു തിരിച്ചടിയായി ഈശോനാഥൻ്റെ സ്പർശനം മാറുകയാണ്. അന്നുവരെ അവനെ സ്പർശിച്ചവരൊക്കെ അശുദ്ധമായപ്പോൾ ഇതാ ആ അശുദ്ധമായവനെ സ്പർശിച്ചവൻ്റെ വിശുദ്ധി അവനിലേക്ക് പ്രവേശിച്ച് അവിടെ ഉണ്ടായിരുന്ന അശുദ്ധിയെ തോൽപ്പിച്ചുകൊണ്ട് അവൻ വിശുദ്ധമായിട്ട് മാറുകയാണ്. പ്രിയമുള്ളവരെ, ഈശോയുടെ സാന്നിധ്യം അത്രമേൽ പ്രാധാന്യമുള്ളതാണെന്ന് വചനവും ഈ സംഭവവും നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, അശുദ്ധിയുടെ ഏതാഴങ്ങളിലേക്ക് നാം താണുപോയാലും, അശുദ്ധിയുടെ ഏത് അറ്റം വരെ നാം നടന്നു പോയാലും, ആ അശുദ്ധിയെ തോൽപ്പിക്കാൻ തക്കവിധം ശക്തമാണ് ഈശോയുടെ സാന്നിധ്യം, ഈശോയുടെ സ്പർശനം. ആ ഒരു ബോധ്യം ഉണ്ട് എങ്കിൽ തീർച്ചയായും നമ്മിലെ അശുദ്ധിയെ പൂർണ്ണമായും തച്ചുടച്ച് വിശുദ്ധമായ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമ്മിലേക്ക് കൊണ്ടുവന്ന് വിശുദ്ധമായി ജീവിക്കാൻ നമുക്ക് സാധിക്കും. വചനം ഓർമ്മപ്പെടുത്തുന്നതും ധൈര്യപ്പെടുത്തുന്നതും അതുതന്നെയാണ്. എത്രയേറെ കടും ചുവപ്പാണ് എൻ്റെ പാപമെങ്കിലും തൂമഞ്ഞു പോലെ വെണ്മയുള്ളതാക്കാൻ ഈശോയുടെ ചങ്കിലെ ചോരയ്ക്ക് സാധിക്കുമെന്ന് വചനം നമുക്ക് ഉറപ്പ് നൽകുന്നുണ്ട്. ആയതിനാൽ നമ്മുടെ ബലഹീനതകളെ, നമ്മുടെ കെട്ടുകളെ, നമ്മുടെ കുറവുകളെ കർത്താവേ, എനിക്ക് നൽകാൻ ഇത് മാത്രമേ ഉള്ളൂ. ഇത് സ്വീകരിച്ച് എന്നെ വിശുദ്ധമായ ഒരു ജീവിതം ആസ്വദിക്കാൻ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.